അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കല്യാണ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതേ സമയത്ത് സുനന്ദ പാലുമായിട്ട് ഗാഥയുടെ റൂമിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഗാഥയ്ക്ക് ഫോൺ കോൾ വരുന്നു. അങ്ങനെ ഫോൺ കോൾ വന്നപ്പോൾ ഗാഥ പറയുന്നു, പാൽ അവിടെ വെച്ചാൽ മതി, ഞാൻ പിന്നെ എടുത്ത് കുടിച്ചോളാമെന്ന്. അപ്പോൾ നമ്മുടെ സുനന്ദ ശരിക്കും ഗാഥ ആരാണെന്ന് കാണുന്നൊന്നുമില്ല. അങ്ങനെ അവർ അടുക്കള കിച്ചണിലേക്ക് പോയി ഓരോ ജോലികൾ ചെയ്യുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ നമ്മുടെ സുന്ദരിയെ തേടി പോവുകയാണ്. അവിടുത്തെ കുട്ടികളെല്ലാം കൂട്ടി നമ്മുടെ സുന്ദരിയുടെ വീട്ടിലെത്തി നല്ല അടിച്ച് ശരിയാക്കിയാണ് സുന്ദരിയെ. പക്ഷേ സുന്ദരി ഇവരുടെ അടുത്ത് അടവ് പ്രയോഗിക്കുകയാണ്. മരിച്ചു എന്ന രീതിയിൽ താഴെ വീണ് കിടക്കുക. അപ്പോൾ ഇവർ വിചാരിക്കും മരിച്ചു എന്ന്. അങ്ങനെ ഇവർ തിരിച്ചിട്ടിട്ട് പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇവർക്ക് പേടിയാവുന്നു സുന്ദരി ഇനി മരിച്ചോ ഇല്ലയോ എന്ന്. അപ്പോൾ സുന്ദരിയുടെ കോൾ വരുന്നു, ഞാൻ മരിച്ചിട്ടൊന്നും ഇല്ലടി, നിന്നെക്കാളും വലിയ ആൾക്കാരെ കണ്ടിട്ടാണ് ഞാൻ വന്നത്, ഞാൻ ഇവിടുന്ന് പോകുക, നിൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ട്, നിനക്ക് ഞാൻ തരത്തില്ലെന്ന് പറയും. അപ്പോൾ കൃഷ്ണ പറയും, എൻ്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാണ്, എനിക്ക് പൈസ വേണമെന്ന് പറയുന്നു. ഇല്ലടി എന്ന് പറയും, ഇനി എൻ്റെ പുറകെ വരണ്ട എന്നുള്ള രീതിയിൽ പറയും. ഇതേ സമയത്ത് കൃഷ്ണയുടെ അമ്മയാണെങ്കിൽ ചോരയൊക്കെ ഛർദ്ദിക്കുന്നുണ്ട്, വല്ലാത്ത ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ആയി നിൽക്കുകയാണ്. പൈസ ഇവിടുന്ന് ഒപ്പിക്കാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ സുനന്ദയാണെങ്കിൽ സിദ്ധാരയുടെ വീട്ടിൽ പണികൾ ചെയ്യുന്ന സമയത്ത് ഓരോ ജോലികൾ ഇങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുനന്ദയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എന്തൊരു ഇതാണെന്നുള്ള രീതിയിൽ പറയുന്നു. ഇതേ സമയത്ത് നവീൻ്റെ വീട്ടിലാണെങ്കിൽ കല്യാണ മുഹൂർത്തമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ പറയുകയാണ് എത്രയും പെട്ടെന്ന് നോക്കണമെന്ന്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ സിദ്ധാരയാണെങ്കിൽ ഈ കല്യാണം എങ്ങനെയും മുടക്കണം എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുകയാണ്. നമ്മുടെ മകളുടെ ജീവൻ അപകടത്തിലാണെന്ന് അവർക്കറിയാം. കാരണം ആ തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ സിദ്ധാര ഓർക്കുകയാണ്. കളരിക്കൽ തറവാട്ടിലേറ്റ ശാപം അത് കല്യാണം കഴിഞ്ഞാൽ എൻ്റെ മോളുടെ മേൽക്കായിരിക്കും, ഇതെങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ സിദ്ധാര നിൽക്കുകയാണ്. അതിനുള്ള വഴി കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ് അവർ. പിന്നീടാണെങ്കിൽ നമ്മുടെ സുനന്ദയാണെങ്കിൽ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ അമ്പലത്തിൽ പോവുകയാണ് തൊഴാൻ വേണ്ടി. അങ്ങനെ അമ്പലത്തിൽ പോയി അമ്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് പൂജകളൊക്കെ ചെയ്ത് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മുടെ കീർത്തിയുടെ അമ്മയെ ഇവരെയൊക്കെ കാണുന്നു. അപ്പോൾ അവർ തെറ്റിദ്ധരിക്കുന്നു ഇത് ഗാഥയാണെന്നുള്ള ഇതിൽ. അപ്പം ഇവളെ കണ്ട ഉടനെ അവർ ദേഷ്യപ്പെടുകയാണ്, നീ കൂടുതൽ ഇതൊന്നും ചമയേണ്ട ആവശ്യമില്ല, നീ പല വേഷത്തിൽ വന്നാൽ നിന്നെ പടി കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ കൃഷ്ണയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല ആക്ച്വലി. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, തിരിച്ചൊന്നും പറയുന്നുമില്ല, പ്രതികരിക്കുന്നുമില്ല. അങ്ങനെ കൃഷ്ണ എന്താണെന്നറിയാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ സുനന്ദയാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗാഥ നല്ല മോഡേൺ ഡ്രസ്സിൽ നിൽക്കുന്ന സമയത്ത് ഇത് കൃഷ്ണയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. എന്നിട്ട് ഗാഥ ഇങ്ങനെ മോഡേൺ ഡ്രസ്സിൽ നിൽക്കുന്നത് കാണുമ്പോൾ കൃഷ്ണയാണ് തെറ്റിദ്ധരിച്ച് പറഞ്ഞു, അയ്യോ എന്തൊരു ഭംഗിയാണ് മോളെ കാണാൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.